താൻ പൊയ്ക്കോ. 2 മാസം കഴിഞ്ഞ പരീക്ഷയാ, പുസ്തകം തുറന്നു നോക്കരുത്. ഇന്നൊരു ഹോളിഡേ അല്ലേടാ. എന്തേ ഹോളിഡേക്ക് പഠിക്കാൻ പാടുന്ന നിയമം വല്ലതും ഉണ്ടോ? അമ്മയാണ് ഇവർക്കൊക്കെ വളം വെച്ച് കൊടുത്ത് വഷളാക്കണത്. ഞാനെന്ത് വഷളാക്കാനാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരുത്തനെ ലാളിച്ച് ഇപ്പൊ കണ്ടില്ലേ? നാടുപേക്ഷിച്ച് കാട് കയറിയപ്പോ വിചാരിച്ചു ഇനിയെങ്കിലും മര്യാദക്കാവുന്നു. എവിടെ? ബാക്കിയുള്ളവന് സമാധാനം തരരുത്. എന്താടി നിന്റെ അച്ഛനെ പറ്റിയേ? ഒന്നിൽ സീനിയർ ഓഫീസേഴ്സോ മന്ത്രിമാരോ MLA മാരോ ആരെങ്കിലും പിടിച്ച് കുടഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചെറിയ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തീർക്കാൻ തുടങ്ങിയതാ കംപ്ലൈൻസ്. അച്ഛനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ, ഇപ്പൊ എന്റെ തലയിലായി. ലാളിച്ച് ഇളതരായി. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ബാർ കൗൺസിൽ എൻറോൾ ചെയ്തു. എന്താ കാര്യം? അതിട്ടെറിഞ്ഞു. ആരുടെ മേല് കുതിര കയറണം, ആരാണ് എന്താണ് ഒന്നും നോക്കില്ല. എല്ലാരും സഹിക്കണം എന്താ? അവന്റെ മഹത്വം കണ്ടിട്ടാണെന്നാ വിചാരിച്ചേ? അല്ല, സെഷൻസ് ജഡ്ജ് ഗോവിന്ദ മേനോന്റെ മകൻ, അല്ലെങ്കിൽ DYSP ഹരിനന്ദ മേനോന്റെ അനുജൻ. ആ ഒരൊറ്റ കൺസിഡറേഷനാ. അല്ലെങ്കിലുണ്ടല്ലോ ഇടിച്ചു കൂമ്പുകാട്ടും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? കാര്യം എന്താന്നറിയാതെ. ഓ, ഇപ്പൊ അറിഞ്ഞ വലിയ കേമായി. നിങ്ങളൊക്കെ തന്നെയാ വഷളാക്കണേ. എന്ത് തോന്നിവാസം കാട്ടിയാലും അവൻ വന്ന് ന്യായവും യുക്തിയും പറഞ്ഞാൽ നീ അമ്മ അവന്റെ സോപ്പിൽ വീഴും. ഇത്തവണ മനസ്സിലാവും. ഒരു പാഠം പഠിക്കും. എന്തുണ്ടായാലും എന്നോടാരും ഒന്നും പറയണ്ട. എന്ത് കയറി അടിയത്? അത് അമ്മ ഉണ്ടാക്കിയതാ. ഉപ്പിത്തിരി കുറവാന്നേ ഉള്ളൂ. കുഴപ്പമില്ല. നീ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചൂടാവാണ്ട് കാര്യം എന്താണെന്ന് പറയും. രഘു വല്ല കുഴപ്പം ഉണ്ടാക്കിയോ? എന്താ അമ്മയ്ക്ക് പോയി സമ്മാനം ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാലും അറിയണ്ടേ? എന്നാ അറിഞ്ഞു. അമ്മയുടെ പുന്നാരമോൻ ഒരു ഫോറസ്റ്റുകാരനെ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്രേ. വെടിവെച്ച് കൊല്ലുമെന്നോ? ആ അതെ. തോക്ക് അയാളുടെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്നാ പറയണേ. അയാൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തു. എന്റെ അനിയനാണെന്ന് അറിഞ്ഞപ്പോ SI എന്നെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ എന്താ പറയുക? അമ്മ പറ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? എന്റെ അനിയനാണെന്നുള്ള കാര്യം ചിന്തിക്ക പോലും വേണ്ടാന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാ പറഞ്ഞേക്കണേ. എന്റെ റബ്ബേ, ഇവിടെടാ. എന്താ എന്താ നിന്റെ പേര്? ചുണ്ടലി. ചുണ്ടലി? ആ യസമാ. രഘുനന്ദന മേനോനില്ലേടാ അവിടെ? യസമാ. വാ തുറന്ന് പറയടാ. സാറ് വേല ചെയ്യുന്നിടത്താ, തോട്ടത്തില്. ഓടിക്കോ, പോലീസ് വരുന്നുണ്ട്. അല്ല ഓടിക്കോളി. വീരപ്പ ഇവിടെ. വീരപ്പ ഗീരപ്പൊന്നും വിളിക്കാൻ പറ്റിയ സമയമല്ല. പോലീസ് വരുന്നേ. പോലീസാ? ആ, എന്താ കാര്യം? അതൊന്നും ഞാൻ ചോദിച്ചില്ല. തോക്ക് തുറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജീപ്പ് വരുന്നുണ്ടത്. കണ്ടപ്പോൾ ഞാൻ തടി അയച്ചിലാക്കി. ഓ, പോലീസിന്റെ നിറം കാണുമ്പോഴേക്കും 4 കാലും പൊക്കി ഓടിക്കോളും. താനെന്താ കക്ക പിടിച്ചോർക്കെല്ലാം ചെയ്തോ? വേലംകുട്ട പോലീസല്ലേ, കൊല്ലാനാണോ വളർത്താനാണോ ആര് കണ്ട്? പോലീസ്. വേറെണ്ണം. ഇനി ഈ ഒരു കാരണം പറഞ്ഞ് പണിയെടുക്കാണ്ട് മുങ്ങിക്കൊള്ളു കേട്ടോ. എന്തിനല്ലേ ചിരി? എലി ചിരിക്കും പോലെ കാണുക. എത്രണ്ണം കിട്ടി? ഇതേ ഉള്ളൂ. ഇതിനെയൊന്നും കൊണ്ടുപോയി ചുട്ടു തിന്നണ്ട കേട്ടോ. കുഴിച്ച് മൂടിക്കളയണം. ഇപ്പൊ ഒരു കൂട്ടം രോഗമുണ്ട്. ഫ്ലാഗ്. ഫ്ലാഗ്. ഫ്ലാഗ് അല്ലടോ, പ്ലേഗ്. ഇത് പിടിക്കും. എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ നടന്നോളി, ഞാൻ പുറകെ വരാം. അതാണല്ലേ? പേടിച്ചിട്ടല്ല. എന്തായാലും ചിത്രം വരച്ചായിരിക്കും ഒരു ആട്ടടക്കല്ലാതെ. കിളച്ചൂടോ? നമസ്കാരം സാർ. നെന്മാറ SI അല്ലേ? പുതിയ ആളായതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഞാൻ രഘുനന്ദന മേനോൻ. വിരോധമില്ലെങ്കിൽ കയറിയിരിക്കാൻ. വേണ്ട, സർക്കാരെ സ്വീകരിക്കാൻ വന്നതല്ല. ഇതിന് ലൈസൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഡീറ്റെയിൽസ് സ്റ്റേഷൻ റെക്കോർഡിൽ കാണും. അത് നോക്കി കാരണം പറഞ്ഞത് കേട്ടില്ലടോ? കേട്ടു. തരണതിൽ വിരോധമില്ല. പക്ഷെ കാര്യം എന്താ വെച്ചാ അറിഞ്ഞാ കൊള്ളായിരുന്നു. കാര്യം അറിയാൻ പാടില്ലല്ലേ? DYSP ഹരിനന്ദന മേനോന്റെ ബ്രദറാണെന്ന് അറിയാം. ആ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് തരുന്നതാ നല്ലത്. ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നം വേണ്ട. പക്ഷെ തോക്ക് കൈപ്പറ്റി എന്നോ റെസീറ്റ് ഇങ്ങനെ എഴുതി തരേണ്ടി വരും. ഓഹോ, DYSPയുടെ അനുജൻ എന്നുള്ള അഹങ്കാരമാണെന്ന് ധരിക്കരുത്.
അതൊട്ടുമില്ല, സത്യം. അതല്ലാതെയും സ്വന്തമായ ഒരു അഡ്രസ് ഉണ്ട്. അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. 2 വർഷം പാലക്കാട് ജില്ലാ കോടതിയിൽ കയ്യിൽ കുത്തിയിട്ടുണ്ടേ. അപ്പോ ഒന്ന് കുറിച്ച് തന്നോളൂ. നടപടികൾ തെറ്റിക്കണ്ട. എന്തേ? ഓ, അഡ്വക്കേറ്റ് ആയതുകൊണ്ടായിരിക്കും നിയമം പഠിപ്പിക്കുന്നത്. അയ്യോ, ഞാൻ ആരാ നിയമം പഠിപ്പിക്കാൻ? ഞാൻ വെറും ഒരു കൃഷിക്കാരൻ. കല്ലു, ഇവര് കയറിയിരിക്കണില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. നല്ല അസല് കാപ്പിയാ. കുടിക്കണതിൽ വിരോധമുണ്ടോ? ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനും അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താനുമാണ് തനിക്ക് തോക്കെങ്കിൽ ഇത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇതിന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. ഇപ്പോഴാണ് കാര്യം മനസ്സിലാവണേ. ഫോറസ്റ്റ് ഗാർഡ് ഗോവിന്ദൻ കംപ്ലൈന്റ് ചെയ്തു അല്ലേ? എന്താ, അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ താൻ? ഉവ്, ഭീഷണിപ്പെടുത്തി. സർക്കാർ വനത്തിലെ തടിയും ആനക്കൊമ്പും പുലിത്തോലും ഒക്കെ കടത്തിക്കൊണ്ട് പോണവർക്ക് ചൂട്ട് കാണിച്ചു കൊടുക്കണ ഫോറസ്റ്റ് ഗാർഡിന്റെ ഡ്യൂട്ടിയെ ഞാൻ തടയില്ല, തടഞ്ഞിട്ടുമില്ല. പക്ഷെ വിറകൊടിക്കാനും തേനെടുക്കാനും പോണ ദേ ഇവളെ പോലെയുള്ള പാവ ആദിവാസി പെൺകുട്ടികള് കപ്പം കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം, കിടന്ന് വഴങ്ങി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാല് അവനെയൊക്കെ വെടിവെച്ച് കൊല്ലുകയല്ലാണ്ട് എന്താ ചെയ്യ? അങ്ങ് പറയൂ. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ തന്നെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? താനാരാ? ആദിവാസി പെൺകുട്ടിയുടെ രക്ഷകനോ? അയ്യോ, രക്ഷകനൊന്നുമല്ല. സെഷൻസ് ജഡ്ജ് ഗോവിന്ദമേന്റെ രക്തമാണ് സാറേ. വിധി ന്യായങ്ങൾ എഴുതുമ്പോ കണ്ണ് നിറയുകയും ചിലപ്പോ തേങ്ങിക്കരയുകയും ചെയ്യുന്ന ഒരു അച്ഛന്റെ മകൻ. 10 വയസ്സ് മുതൽ എന്റെ ചോറുണ്ട് വളർന്നോളാണ് ഇവള്. കാടിന്റെ മോളാണ്, എന്റെ അനിയത്തി കുട്ടിയെ പോലെയാണ്. ഇവളോട് കപ്പം ചോദിച്ച നായിനെ കൊല്ലൂന്ന് പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ നോക്കിയിട്ടൊന്നും അല്ല. അത് ഇത്തിരി മനുഷ്യത്വം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളുടെ വികാരമാണ്. ഇവരോടൊക്കെ തോന്നിയാസം കാണിക്കണമെന്ന് ഡ്യൂട്ടിയെങ്കില് ഫോറസ്റ്റ് ഗാർഡ് അല്ല, ഫോറസ്റ്റ് കൺസർവേറ്റർ ആയാലും ഞാൻ ചിലപ്പോ ചോദിക്കും. അതിനാണോ ഞങ്ങൾ ഇവിടെ ഉള്ളത്? ഞങ്ങൾ ഈ കുപ്പായോട്ടോണ്ടിരിക്കുന്നത് ചെരക്കാനല്ല. ഓഹോ, പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം. എന്നിട്ടെന്താ? കാട്ടില് വിറകൊടിക്കാൻ പോകുമ്പോ ഈ പെൺകുട്ടികൾക്ക് പോലീസുകാർ കൂട്ടുപോവോ? എന്നാ പിന്നെ ഗംഭീരായി. കോഴിക്ക് കുറുക്കൻ കാവലേ, അസലായി. മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. ഇല്ല, ഞാൻ പറയണില്ല. പോലീസിന്റെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നീതി ധർമ്മങ്ങളെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാ കർത്തവ്യനിരതനായ ഫോറസ്റ്റ് ഗാർഡിനോട് ഒരു കൂട്ടം പറഞ്ഞോളുക. ഞാനൊരു കംപ്ലൈന്റുമായിട്ട് അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, അവന്റെ തൊപ്പി അങ്ങോട്ട് തെറിക്കും, കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ടാ ചെയ്യാത്ത, അതുകൊണ്ട് മാത്ര പറയാ. കൊണ്ടുപോടിയാത്ത്. അമ്മ എഴുന്നേറ്റൊന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്. എനിക്കൊന്നും വേണ്ട. എന്നാൽ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് പാടം നീക്കി തരട്ടെ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് എന്റെ മോനെ കണ്ടാ മതി. എന്തേ, അമ്മയ്ക്ക് സുഖമില്ലായ്മ വല്ലതുണ്ടോ? എനിക്കൊന്നുമില്ല. അമ്മയ്ക്ക് രഘുവിനെ കാണണമെന്ന്. ആ, അവൻ ഈ ആഴ്ച വരൂല്ലേ? ശ്രീകുട്ടിയുടെ പിറന്നാളിന് അവൻ വരാണ്ടിരിക്കുവോ? പോലീസുകാരെ പിടിച്ചോണ്ടോയ എന്റെ മോൻ എങ്ങനെയാ വരിക? അവരവനെ തല്ലുവോ വല്ലതും ചെയ്യോടാ? തല്ലൊന്നുമില്ല. എന്തും ചെയ്തോളാനല്ലേ നീ ഐസയോട് പറഞ്ഞത്? എന്ന് വെച്ച് എന്റെ അനിയനെ തല്ലാൻ ധൈര്യം ഉണ്ടാവൂ? ഈ അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് രഘുവിന്റെ നേരെ ഒരാൾ കൈ ചൂണ്ടിയാൽ ഞാൻ സഹിക്കുവോ? ഞാനിപ്പോ നെന്മാറ എസ്ഐയെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട്? ഒന്നുമില്ല, അവന്റെ തോക്ക് കസ്റ്റഡിയിൽ എടുത്തേ ഉള്ളൂ. ഈശ്വര, ആനയും പന്നിയും പോത്തും ഒക്കെ ഇറങ്ങുന്ന തോട്ടത്തില് തോക്കില്ലാതെ എങ്ങനെയാടാ അവൻ കഴിച്ചു കൂട്ടണേ? ഒരു രാത്രി കൊണ്ട് അമ്മയുടെ മോനെ ആന എടുത്ത് വിഴുങ്ങൊന്നുമില്ല. ഓ അമ്മേ, നാളെ രാവിലെ തോക്ക് തിരിച്ചെത്തിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ അമ്മയ്ക്ക് തലവേദന കുറഞ്ഞു തോന്നണു. ഓടി അവിടുന്ന്.